വേടനെതിരെ സംഘപരിവാർ സംഘടനകൾ ആദ്യമായി തിരിഞ്ഞ സമയം മുതൽ തന്നെ അതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് PKS. ഒരു പുരോഗമന സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണിത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ട രാജ്യമാണ് നമ്മുടേത്. വേടൻ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്നില്ലെങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്താം. അതിനപ്പുറത്തേക്ക് കൈകാര്യം ചെയ്ത് കളയാമെന്ന് കരുതുന്നത് അംഗീകരിക്കാനാവില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നത് കൃത്യമാണ്. വേടന്റെ പാട്ടിലെ വരികളിൽ ഉയർത്തുന്ന രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയത്തിന് എതിരാണ്. അതിനാൽ തന്നെ വേടനെ കൈകാര്യം ചെയ്യാമെന്ന തീരുമാനം സംഘപരിവാർ സംഘടനാപരമായി എടുത്തിരിക്കുകയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ ഒരു മതവോ ശശികലയോ അവരുടെ അഭിപ്രായം പറയുന്നതും മാത്രമല്ല ഇത്. സംഘപരിവാർ തീരുമാനം നടപ്പിലാക്കാനുള്ള പശ്ചാത്തലമൊരുക്കലാണ് ഇവർ ചെയ്യുന്നത്. കൃത്യമായി പ്ലാൻ ചെയ്താണ് ഇത് നടപ്പിലാക്കുന്നത്. ഇനി അടുത്ത ഘട്ടം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി വേടനെ എന്നേക്കുമായി ജയിലിലടച്ച് ഇല്ലാതാക്കുക എന്നതാണ്. ഇത് RSS തീരുമാനമാണ്. രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള എല്ലാ ആയുധങ്ങളും ഇവർ ഇതിനായി ഉപയോഗിക്കും. വേടൻ വിഷയത്തിൽ ഇവരെ ഇത്രത്തോളം ഭയപ്പെടുത്തുന്നത് എന്താണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. RSS ആഗ്രഹിക്കുന്ന ഹിന്ദു രാഷ്ട്രം നടപ്പിലാക്കണമെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം. പട്ടികജാതി പട്ടികവർഗത്തിന്റെ പിന്തുണയില്ലാതെ ഇത് സാധ്യമാകില്ല. രാജ്യത്തെ ജനസംഖ്യയുടെ 25.2% പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണ്. 1/4 വരുന്ന ദളിത് വിഭാഗത്തെ മാറ്റി നിർത്തി ഹിന്ദു രാഷ്ട്രം സാധ്യമാകില്ലെന്ന് അവർക്കറിയാം. മതത്തിന്റെ ഭാഗമായിട്ടുള്ള ജാതി വ്യവസ്ഥയിൽ നിന്നും ദളിതർ നേരിട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വേടന്റെ പാട്ടുകൾ. അവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോടുള്ള തീക്ഷ്ണമായ വിമർശനമാണ്. കേരളത്തിലെ ദളിതർ അടിച്ചമർത്തൽ നേരിട്ടത് അന്യമതസ്ഥരിൽ നിന്നല്ല. വഴി നടക്കാനും അന്തസ്സായി ജീവിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള അവകാശം അവർക്ക് നിഷേധിച്ചിരുന്നത് ആരാണെന്ന് പുതിയ തലമുറ അറിയുന്നത് അവർക്ക് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക? അത് അവരുയർത്തുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന് വലിയ പ്രതിസന്ധിയല്ലേ ഉണ്ടാക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ പലരും നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലും വേടൻ അവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അയാൾക്കുള്ള വലിയ ജനപിന്തുണയാണ്. പുതിയ തലമുറയാകെ അയാൾക്കൊപ്പമാണ്. അവർ ഇത്രത്തോളം പ്രകോപിതരാകുന്നതിൽ അത്ഭുതമുണ്ടോ? യഥാർത്ഥത്തിൽ ദളിത് വിഷയം മാത്രമല്ല വേടൻ ഉയർത്തുന്നതെന്നതാണ് മറ്റൊരു കാര്യം. സമൂഹത്തിലെ എല്ലാ അനീതികളെയും വേടൻ വിമർശിക്കുന്നുണ്ട്. അയലൻ നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ ആഴമളന്നു എന്ന വരിയിൽ ദളിത് രാഷ്ട്രീയമല്ലേ പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. പലരെയും വേടൻ വിമർശിക്കുന്നുണ്ട്. പക്ഷേ പ്രകോപിതരാകുന്നത് സംഘപരിവാർ മാത്രമാണ്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികളെ മുന്നോട്ട് വരണം.